വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദാനിയേൽ 8-ാം അധ്യായത്തിൽ ദാനിയേലിന് ലഭിച്ച ഒരു ദർശനവും ഗബ്രിയേൽ ദേവദൂതന്റെ വിശദീകരണവും വിവരിക്കുന്നു. 2 കൊമ്പുള്ള ഒരു ആട്ടിൻകൊറ്റൻ, അതായത് മേദ്യ പേർഷ്യ സാമ്രാജ്യം, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നീ ദിശകളിൽ ശക്തിയായി ഇടിക്കുന്നതായി ദാനിയേൽ കണ്ടു. പിന്നീട് ഒരാട്ടുകൊറ്റൻ, അതായത് ഗ്രീസ് സാമ്രാജ്യം വന്നു. അതിന്റെ വലിയ കൊമ്പ്, അതായത് അലക്സാണ്ടർ രാജാവ്, ഒടിഞ്ഞു. അതിന്റെ സ്ഥാനത്ത് 4 കൊമ്പുകൾ, അലക്സാണ്ടറിന്റെ സാമ്രാജ്യം 4ആയി വിഭജിച്ചത്. അവയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ്, അതായത് അന്ത്യോക്കസ് എപ്പിഫാനസ്, വളർന്നു. അവൻ ദൈവജനത്തിനെതിരെ പൊരുതി വിശുദ്ധാലയം അശുദ്ധമാക്കി. മേദ്യ, പേർഷ്യ, ഗ്രീസ് സാമ്രാജ്യങ്ങൾ പിന്നീട് ദൈവജനത്തിനെതിരെ ഉയർന്നുവരുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രവചനമാണിത്. ഈ അധ്യായം ഭാവിയിലെ സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും, ദൈവജനത്തിനെതിരെ നടക്കുന്ന പീഡനങ്ങളും ഒടുവിൽ ദൈവത്തിന്റെ ഇടപെടലും വ്യക്തമാക്കുന്നു. ദാനിയേൽ 9-ാം അധ്യായത്തിൽ ദാനിയേൽ ജെറമിയ പ്രവാചകന്റെ പ്രവചനപ്രകാരം ജെറുസലേമിന്റെ ശൂന്യത 70 വർഷം കൊണ്ട് തീരും എന്ന് ഗ്രഹിക്കുന്നു. അവൻ ഉപവസിച്ചും ചാക്കുടുത്തും വെണ്ണീരിലിരുന്നും ദൈവത്തിങ്കൽ പ്രാർത്ഥിച്ചു. തന്റെ ജനത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ദൈവത്തിന്റെ കരുണയും ക്ഷമയും അപേക്ഷിച്ചു. ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകി. വർഷങ്ങളുടെ 70 ആഴ്ചകൾ, അതായത് 490 വർഷം, ദൈവജനത്തിന്റെ പാപം തീർക്കാനും നീതി സ്ഥാപിക്കാനും വിശുദ്ധ സ്ഥലം അഭിഷേകം ചെയ്യാനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മിശിഹ പ്രവചനം ഇവിടെ കാണാം. അഭിഷിക്തൻ വരും, അവൻ കൊല്ലപ്പെടും, നഗരവും വിശുദ്ധാലയവും നശിക്കും, ഒടുവിൽ നാശം വരുത്തുന്നവൻ വരും, എന്നാൽ ദൈവം അന്തിമമായി നീതി സ്ഥാപിക്കും. എന്റെ ദൈവമേ, ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഞങ്ങളുടെ നീതി കൊണ്ടല്ല, അങ്ങേ മഹാകരുണ കൊണ്ടത്രേ. ദാനിയേൽ 9-ാം അധ്യായം 18-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.